പണ്ട് റിലീസായ ഒരു യഥാർത്ഥ സിനിമയിലെ ഒരു രംഗം പുതിയ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിനിമക്കകത്തെ കഥ പറയുന്ന സിനിമകളിലാണ് ഇത്തരം രംഗം ഉണ്ടാവുക. പഴയ സിനിമയിലെ ഒരു രംഗം പുതിയ നടന്മാരെ വെച്ചുകൊണ്ട് പുതിയ സിനിമയിൽ കാണിക്കുന്നതിനെ കുറിച്ചാണ്. അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത് നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി വന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ്. ആ സിനിമയിലെ നെസ്ലിന്റെ കഥാപാത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ രംഗം ഇത്തരത്തിലാണ്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമയിലെ രംഗം റീക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ആയിരത്തി 1999 ബെന്നി പി നായരമ്പലം എഴുതി വിനയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആകാശഗംഗ എന്ന സിനിമ. നടൻ ശിവജി അഭിനയിച്ച പണിക്കർ എന്നൊരു കഥാപാത്രത്തെയാണ് നെസ്ലിൻ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. കൂടാതെ ആകാശഗംഗയിലെ മയൂരിയുടെയും ദിവ്യ ഉണ്ണിയുടെയും യഥാർത്ഥ രംഗങ്ങൾ മോളിവുഡ് ടൈംസിൽ കാണിക്കുന്നുണ്ട്. നെസ്ലിനെ വെച്ച് ഷൂട്ട് ചെയ്ത രംഗങ്ങൾ പഴയ സിനിമയിലെ രംഗവുമായി വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. 2011 ജയറാം, പത്മപ്രിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജയരാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് നായിക. മലയാള സിനിമക്കകത്തെ കഥയാണ് ആ സിനിമ പറയുന്നത്. പ്രേം നസീർ, ശാരദ, വിജയശ്രീ, ഉദയ സ്റ്റുഡിയോയുടെ ഓണറായ കുഞ്ചാക്കോ തുടങ്ങിയവരൊക്കെ കഥയാണ് സിനിമ പറയുന്നത്. പക്ഷേ ആരുടെയും തന്നെ പേര് ഡയറക്റ്റായി ഉപയോഗിച്ചിട്ടില്ല. മുഖത്ത് ചായം തേച്ചവർക്ക് സ്വന്തം ദുഃഖങ്ങൾ പുറത്തു കാട്ടാൻ അവകാശം. സിനിമയിൽ ജയറാം അവതരിപ്പിച്ച ആനന്ദ കഥാപാത്രം പൂർണ്ണമായും പ്രേം നസീറിനെ മിമിക്രി ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നത്. പത്മപ്രിയയും ജയറാമും ചേർന്നുകൊണ്ട് ആ സിനിമയിലെ ഒരു സിനിമാ ഷൂട്ടിംഗ് രംഗം കാണിക്കുന്നുണ്ട്. ഭാര്യയാണ്. 1965 MT വാസുദേവൻ നായർ എഴുതി എ വിൻസെന്റ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ പ്രേം നസീർ ചിത്രമായ മുറപ്പെണ്ണിലെ ഒരു രംഗമാണ് പത്മപ്രിയയും ജയറാമും നായികയിൽ അവതരിപ്പിക്കുന്നത്. എനിക്ക് സ്വപ്നങ്ങളില്ല, എനിക്ക് ഹൃദയമില്ല, എനിക്ക് കണ്ണീരില്ല, എനിക്ക് ഹൃദയമില്ല, എനിക്ക് കണ്ണീർ. പഴയ സിനിമയിലെ അതേ ഓഡിയോ തന്നെയാണ് നായിക സിനിമയിലും ഉപയോഗിച്ചത്. പ്രേം നസീർ അഭിനയിച്ച പല ഗാനരംഗങ്ങളും ജയറാമും പത്മപ്രിയയും ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പരീക്ഷ എന്ന സിനിമയിലെ അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്ന ഗാനമുണ്ട്. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി. 1969 തോപ്പിൽ ബാസി എഴുതി എ വിൻസെന്റ് സംവിധാനം ചെയ്ത നദി എന്ന പ്രേം നസീർ സിനിമയിലെ ഒരു ഗാനവുമുണ്ട്. 1975 ജെ ശശികുമാർ സംവിധാനം ചെയ്ത പിക്നിക് എന്ന സിനിമയിലെ പ്രേം നസീറിന്റെ ഈ ഒരു ഗാനവും ഈ സിനിമയിൽ കാണാം. കസ്തൂരി മണക്കുന്നല്ലോ. ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്തൊരു ചിത്രമാണ് 1968 എ വിൻസെന്റ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ തുലാഭാരം. ആ സിനിമയിലെ ഒരു രംഗം ഈ സിനിമയിൽ പത്മപ്രിയ അവതരിപ്പിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നത് കാണാനാണ് എനിക്കിട വന്നത്. പൊന്നാപുരം കോട്ട സിനിമയിലെ നടി വിജയശ്രീ അഭിനയിച്ച ഈ ഒരു ഗാനരംഗം സിനിമയിൽ വേറെ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ആ രംഗമാണ് വിജയശ്രീയുടെ മരണത്തിന് കാരണമാക്കിയെന്ന് പറയപ്പെടുന്നുണ്ട്. അതൊരു കൊലപാതകം എന്ന രീതിയിലാണ് ഈ സിനിമയിൽ കാണിക്കുന്നതും. 2018 കലാഭവൻ മണിയുടെ കഥ പറയുന്ന ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമ വിനയൻ സംവിധാനം ചെയ്യുന്നത്. മണി യഥാർത്ഥത്തിൽ അഭിനയിച്ച ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് രംഗങ്ങൾ വിനയൻ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് എക്സാക്ട് അതുപോലെ അല്ലെങ്കിലും കല്യാണ സൗഗന്ധികം സിനിമയിൽ മണി വരുന്ന രംഗമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. വിനയന്റെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നതായി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിൽ മണി അഭിനയിച്ച ആലിലക്കണ്ണ എന്ന ഗാനരംഗം സെന്തിൽ കൃഷ്ണ ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റോ ആ ഗാനം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. തുറന്നു വയ്ക്കും ഞാൻ അടയ്ക്കുകയില്ല.
ആ സിനിമയിൽ തന്നെ ചാന്ത് പൊട്ടും ചങ്കേലസും എന്ന ഗാനരംഗത്തിനിടയിലെ ഈ ഒരു രംഗവും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ശങ്കറിന്റെ എന്തിനൻ സിനിമയിൽ കലാഭവൻ മണി അവതരിപ്പിച്ച ഒരു രംഗവുമായി സാമ്യമുള്ള രംഗം ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. അക്ഷരം എന്ന സിനിമയിലായിരുന്നു സുരേഷ് ഗോപിയുടെ കൂടെ ഓട്ടോ ഡ്രൈവറായി കലാഭവൻ മണി മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചത്. ഈ വിനയൻ സിനിമയിൽ അത് മറ്റൊരു രീതിയിലാണ് കാണിച്ചത്. ആക്ട്രസ് സാവിത്രിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി 2018 നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് കീർത്തി സുരേഷ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് മഹാനടി. സിനിമയിൽ ദുൽഖർ സൽമാനാണ് ജമിനി ഗണേശന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ആ സിനിമയിൽ ഒരുപാട് പഴയ സിനിമയിലെ രംഗങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1955 LV പ്രസാദ് സംവിധാനം ചെയ്ത് സാവിത്രി, ജമിനി ഗണേശൻ എന്നിവർ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ മിസ്സിയമ്മ എന്ന സിനിമയിലെ ഈ ഒരു ഗാനം ഈ സിനിമയിൽ ദുൽഖറും കീർത്തിയും ചേർന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ രംഗം സിനിമയിൽ കാണിച്ചില്ലെങ്കിലും ഡിലീറ്റഡ് സീൻസ് ആയിട്ടാണ് റിലീസ് ചെയ്തത്. 1957 റിലീസ് ചെയ്ത കൾട്ട് ക്ലാസിക് സിനിമയാണ് മായാബസാർ. NTR, ANR, ജമിനി ഗണേശൻ, സാവിത്രി തുടങ്ങിയവർ അഭിനയിച്ച മായാബസാർ സിനിമയിലെ പല രംഗങ്ങളും മഹാനടി സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. NTR അഭിനയിച്ച ഈ ഒരു ഗാനരംഗവും ഈ സിനിമയിൽ കാണാം. സാവിത്രിയുടെ ഈ ഒരു ഡാൻസ് രംഗവും ആ സിനിമയിൽ കാണാം. 1953 ദേവദാസിന്റെ തെലുങ്ക് വേർഷൻ റിലീസാകുന്നത്. ANR, സാവിത്രി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആ സിനിമയിലെ ഒരു രംഗം മഹാനടി സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ఈ కాస్త శాంతి కూడా లేకుండా చేస్తావా పారు? ఆ కాస్త శాంతి కూడా లేకుండా చేస్తావా పారు? 1964 അവർ രണ്ടുപേരും അഭിനയിച്ച മൂക മനസ്സിലു എന്ന സിനിമയിലെ ഒരു ഗാനരംഗവും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അഭിനയിച്ച ഒരുപാട് പഴയ സിനിമയിലെ രംഗങ്ങൾ മഹാനടി സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നവയുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. 2018 രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത രൺബീർ കപൂർ ചിത്രമാണ് സഞ്ജു. ബോളിവുഡ് ആക്ടർ സഞ്ജയ് ദത്തിന്റെ ജീവിതകഥയാണ് ചിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച ചില പ്രശസ്തമായ കഥാപാത്രങ്ങളെ രൺബീർ കപൂർ അഭിനയിച്ചുകൊണ്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2003 രാജ്കുമാർ ഹിറാനി തന്നെ സംവിധാനം ചെയ്ത സഞ്ജയ് ദത്ത് ചിത്രമായിരുന്നു മുന്നാബായ് MBBS. മുന്നാബായിൽ സഞ്ജയ് ദത്ത് അഭിനയിച്ച രംഗങ്ങളിലേക്ക് ഗ്രീൻ സ്ക്രീനിൽ രൺബീർ കപൂർ അഭിനയിച്ച രംഗങ്ങൾ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. वो बाहर कैजुअलिटी में कोई मरने की हालत में रहा तो उसको फॉर्म भरना जरूरी है. മുന്നാബായ് സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് സഞ്ജയ് ദത്തും അച്ഛൻ സുനിൽ ദത്തും കൂടി അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. സഞ്ജു സിനിമയിൽ ആ രംഗവും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. तू हमेशा माँ को जप्फी देता रहा, आज बाप की हसरत भी पूरी कर दे. तू हमेशा अपनी माँ को जप्फी देता रहा, बाप की हसरत भी पूरी कर दे. 1981 സഞ്ജയ് ദത്ത് ഹീറോയായി ആദ്യം അഭിനയിക്കുന്നത്. അച്ഛൻ സുനിൽ ദത്ത് സംവിധാനം ചെയ്ത റോക്കി സിനിമയിൽ. ആ സിനിമയിൽ സഞ്ജയ് ദത്തിന്റെ ഒരു ഗാനരംഗം രൺബീർ കപൂർ ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2007 ഫറാഖ് ഖാൻ സംവിധാനം ചെയ്ത ഷാറുഖ് ഖാൻ ചിത്രമാണ് ഓം ശാന്തി ഓം. 70കളിലെ ബോളിവുഡിനെ കുറിച്ചാണ് ചിത്രത്തിലെ ആദ്യ ഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ദീപിക പാദുകോൺ അവതരിപ്പിച്ച ശാന്തിപ്രിയ എന്ന കഥാപാത്രം 70കളിലെ ഒരുപാട് നടന്മാരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങൾ സിനിമയിലുണ്ട്. ഈ ഒരു രംഗത്ത് കാണിച്ചിരിക്കുന്ന സുനിൽ ദത്തിന്റെ രംഗങ്ങൾ 1966 അമ്രപാലി എന്ന സിനിമയിലെ രംഗങ്ങളാണ്. ഈ രംഗങ്ങളിൽ ജിതേന്ദ്രയെ കാണിച്ചിരിക്കുന്നത് 1977 ജയ് വിജയ് എന്ന സിനിമയിലെ ഗാനരംഗത്തിൽ നിന്നുമാണ്. രാജേഷ് ഖന്നയെ കാണിച്ചിരിക്കുന്നത് 1970 അദ്ദേഹത്തിന്റെ
സച്ചാ ജൂട്ട എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്തിൽ നിന്നുമാണ്. യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങളിലേക്ക് ഫിക്ഷൻ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കിയ സിനിമയാണ് രേഖാചിത്രം. 85-ൽ ഭരതൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ കാതോട് കാതോരം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സിനിമയിലെ പ്രധാന കഥ നടക്കുന്നത്. കാതോട് കാതോരം സിനിമയിലെ പല രംഗങ്ങളും സിനിമയിൽ പലയിടത്തായി കാണിക്കുന്നുണ്ട്. അനശ്വര ചെയ്ത രേഖ എന്ന കഥാപാത്രത്തെ ആദ്യമായി കാണിക്കുന്നത് കാതോട് കാതോരം സിനിമയിലെ ഒരു യഥാർത്ഥ രംഗത്തിലാണ്. കാതോട് കാതോരം സിനിമയിലെ ഒരു യഥാർത്ഥ രംഗത്തിലേക്ക് VFXിലൂടെ അനശ്വര രാജനെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതായിരുന്നു ആ ഒരു യഥാർത്ഥ രംഗം. ഈ ഒരു പാട്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഈ ഒരു കുട്ടിക്ക് പകരമാണ് അനശ്വരയെ അവിടെ VFXിലൂടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു രംഗമായിരുന്നു കാതോട് കാതോരത്തിലെ ദേവദൂതർ പാടി എന്ന ഗാനം. ഇതായിരുന്നു യഥാർത്ഥ സിനിമയിലെ ആ ഒരു പോർഷൻ. വളരെ പെർഫെക്റ്റ് ആയി ആ സിനിമയിലേതുപോലെ തന്നെയാണ് ഈ രംഗങ്ങളെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത്. ആ രംഗത്ത് അഭിനയിച്ചിരിക്കുന്ന മറ്റു അഭിനേതാക്കളായ ലിസി, സരിത പോലെയുള്ളവരെല്ലാം തന്നെ അവരുടെ അതേപോലെ തോന്നിപ്പിക്കുന്ന രൂപമുള്ളവരെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സിനിമകളിൽ റീക്രിയേറ്റ് ചെയ്ത രംഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.